ഇവിടെ ഈഗോയുടെ മറുവശം, അല്ലെങ്കിൽ ഈഗോയെ നമ്മൾ ഈഗോയിസ്റ്റിക് ആയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഈഗോ ക്യാരി ചെയ്യുന്ന വ്യക്തിയുടെ ക്യാരക്ടറാണ് നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വ്യക്തികളുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് കഴിയത്തില്ല. ഈഗോയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. ഈഗോയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്, ബോധം എന്ന് പറയും. ഈ ഈഗോയെ നമ്മൾ ഡിസോൾവ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന സെപ്പറേറ്റ്നെസ്, ഞാൻ പറഞ്ഞല്ലോ, ആത്മൻ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ സെൽഫ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബീയിങ്, ഞാനൊരു ഡിഫറെൻ്റ്, അല്ലെങ്കിൽ ഞാനൊരു വേറിട്ട വ്യക്തിയാണ്, ഞാനൊരു പേഴ്സണാണ്, ഞാനൊരു ഇൻഡിവിജ്വലാണ്. ഈ ഒരു തോട്ട് പ്രോസസ്സ് നമ്മളിലേക്ക് കൂടുതൽ വരുമ്പോൾ നമ്മുടെ ഇൻട്രാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇൻട്രാക്ഷനിൽ ആ പറയുന്ന ഈഗോ, അത് ശരിക്കും പറഞ്ഞൊരു മതിലാണ്.